എല്ലാവർക്കും അതത് സ്ഥാനങ്ങളിലിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകാൽ ഇന്ന് പകലിൽ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുവാൻ പോകുന്നത് നമ്മുടെ നിബിൻ ദേവദാസനാണ്. അദ്ദേഹം കെയർപുരത്ത് IPC പ്രേഹാളിൽ ദൈവത്തോടനുബന്ധിച്ചായിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മോടൊപ്പം ദൈവം കൊണ്ടുവരുന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില വർഷങ്ങളിലായിട്ടുള്ള ബന്ധം, സുഹൃത്ത് ബന്ധം, അതിലുപരി ആത്മീയ ബന്ധം ഞങ്ങൾക്കുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ മധ്യ ആയിരിക്കുന്നത്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം മുന്നമേ എല്ലാം കണ്ടിരുന്നു, പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഞാൻ അപ്രകാരം ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഇന്ന് ആരാധനയിൽ ലീഡ് ചെയ്ത അനസൻ ബ്രദർ, അതുപോലെ ജോൺ ബ്രദർ, ഇവരൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ അധികമായി വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇനിയും അനേകം ഇടങ്ങളിൽ ദൈവം അവരെ ധാരാളമായി ഉപയോഗിക്കേണ്ട അനേകർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൈവിക സമാധാനം പകരുന്ന, ഹൃദയങ്ങളിലേക്ക് പകരുന്ന ഗായകരായിട്ട് ദൈവം അവർ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ തീർത്തും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശേഷ സമയങ്ങൾ ഞാൻ അധികം മുഖവരുകളോ അധികം കാര്യങ്ങളൊന്നും പറഞ്ഞ് സമയത്തെ ദീർഘിപ്പിക്കുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശേഷ അല്പസമയം ഞാൻ വായിക്കപ്പെട്ട സങ്കീർത്തനങ്ങളിൽ നിന്ന് സംസാരിക്കേണ്ടതിനായിട്ട് നിബിൻ ദേവാസനോട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നക്ഷത്രമാക്കുന്ന കർത്തവ്യം നിരുന്നോളൂ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് ഇടയാക്കിയിരിക്കുന്ന നല്ല കൃപകൾക്കായി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ സഭയുടെ ശുശ്രൂഷകൻ ഇന്ന് ആബ്സൻസ് ആണല്ലോ. കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന സ്ഥാനത്ത് കൂടെ ഇരിക്കേണ്ടതിനും കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കേണ്ടതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന പ്രിയാപ്പച്ചനെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ സഭയുടെ ശുശ്രൂഷയുടെ അനുബന്ധത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ആശ്രയാവിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഇന്ന് വർഷിപ്പുകൾ ലീഡ് ചെയ്തിരിക്കുന്ന പ്രിയ അനിസൻ, അതുപോലെ ബ്രദർ ജോൺ, എല്ലാവർക്കായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇത് തികച്ചും ദൈവികമായിട്ടുള്ള നിശ്ചയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്ന് UP നിന്ന് പ്രിയ കർത്താവിൻ്റെ ദാസനും കുടുംബവും ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ ഏറെ സന്തോഷം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടിരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 149 സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 149 എന്നുള്ളത്. കാരണം ഈ സങ്കീർത്തനം മുഴുവനായിട്ട് പഠിക്കുമ്പോഴും ഇസ്രായേൽ ജനം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ഇൻവോക്ഡ് ടു പ്രൈസ് ദ ലോർഡ്, അല്ലേ, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിൽ ഏറ്റവും ആഹ്വാനം കൊടുക്കുന്ന ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങളുടെ അവസാനത്തെ 5 സങ്കീർത്തനങ്ങൾ 146 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഹല്ലേലൂയ സാംസ് എന്നാണ് ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എങ്കിലും ഈ സങ്കീർത്തനത്തിൻ്റെ ചില കാര്യങ്ങൾ മാത്രം ഞാൻ മുഖവരയായിട്ട് പറഞ്ഞിട്ട് എന്നെ ചിന്തിപ്പിച്ച ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദ സാം വാസ് ലൈക്ലി റിട്ടേൺ ആഫ്റ്റർ ദ ഇസ്രായേലൈറ്റ് റിട്ടേൺ ഫ്രം ബാബിലോൺ എക്സൈൽ. കാരണം എക്സൈൽ ലൈഫിൽ ജീവിച്ചിരുന്ന ഇസ്രായേൽ ജനം അവിടെ നിന്ന് പുറത്തു വന്നപ്പോൾ രചിച്ച അല്ലെങ്കിൽ പാടിയ ഒരു സങ്കീർത്തനമാണ് ഈ 149 സങ്കീർത്തനം. കാരണം ഗോഡ്സ് പീപ്പിൾ ഹാഡ് എക്സ്പീരിയൻസ്ഡ് ദ ക്യാപ്റ്റിവിറ്റി, സഫറിങ് ആൻഡ് ദ റിസ്റ്റോറേഷൻ. കർത്താവ് കൊടുത്തിരിക്കുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സങ്കീർത്തനം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിൽ പ്രത്യേകിച്ച് മറ്റൊരു ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അവരവിടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, കർത്താവിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, കർത്താവിനെ പാടി, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ് അവിടെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെ എന്ത് ചെയ്യുന്നു, അവർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ദേ ആർ സെലിബ്രേറ്റിംഗ് ദെയർ ലൈഫ്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ജീവിതത്തിൽ അവർ പഠിച്ച ഒരുപാട് പാഠങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ലെസൺസ് ഉണ്ടായിരുന്നു. കാരണം നല്ല രീതിയിലും ജീവിച്ചു, കഷ്ടതയിലും ജീവിച്ചു, ജീവിതത്തിൻ്റെ സകല അനുഭവങ്ങളും നേടി അതിൽ നിന്ന് പുറത്തു വരുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് 149 സങ്കീർത്തനം എന്ന് പറയുന്നത്. അതിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സിംഗ് ടു ദ ലോർഡ് എ ന്യൂ സോങ്.
കണ്ടോ. അതിൻ്റെ രണ്ടാമത്തെ ഭാഗങ്ങളിൽ വീണ്ടും പറയുന്നു, ഹിസ് പ്രൈസ് ഇൻ ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ ഗോഡ്ലി വൺസ്. യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതി പാടുവിൻ. ഹല്ലേലൂയ. വീണ്ടും രണ്ടാമത്തെ വാക്യത്തിലും പറയുകയാണ്, ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ. കണ്ടോ, ലെറ്റ് ഇസ്രായേൽ ബി ഗ്ലാഡ് ഇൻ ഹിസ് മേക്കർ. അവനെ ഉണ്ടാക്കിയവനിൽ, ക്രിയേറ്ററാ അവിടെ പറയുന്നേ, അവനെ സൃഷ്ടിച്ചവനിൽ സന്തോഷിക്കട്ടെ എന്ന് രണ്ടാമത്തെ വാക്യത്തിലും പറയുകയാണ്. വീണ്ടും രണ്ടാമത്തെ ഭാഗത്ത് വീണ്ടും പറയുന്നു, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അനുഭവത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേൽ ജനം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. കേൾക്കണം, ആ ഭാഗങ്ങളിൽ പറയുന്നു, ഒന്ന്, അവന് പുതിയ ഒരു പാട്ട് പാടുവിൻ. രണ്ട്, ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയെയും പാടുവിൻ. മൂന്നാമതായി പറയുന്നു, ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ ആനന്ദിക്കട്ടെ. വീണ്ടും പറയുന്നു, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. കണ്ടോ, 4 കാര്യങ്ങളാണ് ഈ ആദ്യത്തെ 2 ഭാഗങ്ങൾ, 2 വാക്യങ്ങളിൽ വ്യക്തമായി സങ്കീർത്തനക്കാർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. വീണ്ടും മൂന്നാമത്തെ വാക്യത്തിലും പറയുന്നു, അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. കണ്ടോ, അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. വീണ്ടും അടുത്ത് പറയും, തപ്പിനോടും കിന്നരത്തോടും അവൻ്റെ കീർത്തനം ചെയ്യട്ടെ. കണ്ടോ, തപ്പിനോടും കിന്നരത്തോടും കൂടെ അവനെ കീർത്തനം ചെയ്യട്ടെ. ആദ്യത്തെ 3 വാക്യങ്ങളിൽ വളരെ ക്ലിയർ ആയിട്ടാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ വ്യക്തമായിട്ട് പാടിയിരിക്കുന്നത്. ഒന്ന്, അവൻ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു പുതിയൊരു പാട്ട് കർത്താവിന് പാടുകയാണ്. രണ്ടാമത്തെ ഭാഗത്ത് പറയാം, ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയെയും പാടുകയാണ്. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കുകയാണ്. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കുകയാണ്. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കുകയാണ്. തപ്പിനോരും കിന്നരത്തോടും കൂടെ അവൻ്റെ നാമത്തെ അവിടെ ഉയർത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വിശുദ്ധ പകൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് പറയുവാൻ കഴിയോ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്തിരിക്കുന്ന നന്മയുടെ വ്യവസ്ഥയിലോ ഒരുപാട് കഷ്ടതയിലൂടെ ജീവിച്ചപ്പോഴോ ഒറ്റപ്പെട്ട ജീവിതത്തിലൂടെ ജീവിച്ചപ്പോഴോ അവിടെ നിന്നൊക്കെ താങ്ങി നടത്തിയ എൻ്റെ കർത്താവിന് ഞാനൊരു പുതിയ പാട്ട് പാടുകയാണ്. ഞാൻ തപ്പിനോട് കിന്നരത്തോടും കൂടെ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ ജീവിതത്തിൽ അവൻ നല്ലവനായിട്ട് വല്ലഭനായിട്ട് എൻ്റെ ജീവിതത്തിൽ കൂടെയുള്ളത് കൊണ്ട് എൻ്റെ അതരങ്ങൾ മൗനമായിരിക്കത്തില്ല, എൻ്റെ ശരീരങ്ങൾ അനങ്ങാതിരിക്കത്തില്ല. എൻ്റെ കർത്താവിനെ എനിക്ക് പാടിയേ മതിയാകത്തുള്ളൂ, എൻ്റെ കർത്താവിനെ എനിക്ക് സ്തുതിച്ചേ മതിയാകത്തുള്ളൂ എന്നുള്ള ചിന്തയോടെ ഇസ്രായേൽ ജനം എൻ്റെ കർത്താവിനെ ആരാധിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, എൻ്റെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തനായിരുന്നുവെങ്കിൽ നമുക്ക് മൗനമായിരിക്കുവാൻ കഴിയത്തില്ല. അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ, അവൻ്റെ ജീവിതത്തിൽ നമുക്ക് ചെയ്തിരിക്കുന്ന നന്മകളെ ഉയർത്തുവാൻ അവൻ വിശ്വസ്തയോടെ കൂടെയുള്ളത് കൊണ്ട് അതരങ്ങളെയും ശരീരങ്ങളെയും എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് ഏറ്റവും ആവശ്യമാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവസഭയെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ 4ാമത്തെ വാക്യമാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളുമായിട്ട് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യഹോവ തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവർ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. ഫോർ ദ ലോർഡ് ടേക്സ് പ്ലെഷർ ഇൻ ഹിസ് പീപ്പിൾ. കണ്ടോ, ആ ഭാഗത്ത് അങ്ങനെയാണ് വ്യക്തമായി പറയുന്നത്. കർത്താവ് തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നെന്നാണ് പറയുന്നത്. ഇതെന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തൊരു സങ്കീർത്തനമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ആരാധിക്കുവാൻ കഴിയും, എല്ലാവർക്കും പള്ളിയിൽ പോകുവാൻ കഴിയും, എല്ലാവർക്കും പാടുവാൻ കഴിയും, എല്ലാവർക്കും കരമടിക്കുവാൻ കഴിയും, എല്ലാവർക്കും പറ്റും. പക്ഷേ കർത്താവ് പ്രസാദിക്കണമെങ്കിൽ അവൻ്റെ മക്കളായിരിക്കണം. അതാ ഭാഗത്ത് പറയുന്നത്, ഫോർ ദ ലോർഡ് ടേക്സ് പ്ലെഷർ ഇൻ ഹിസ് പീപ്പിൾ എന്നാ പറയുന്നത്. കേട്ടോ, അവൻ തൻ്റെ ജനത്തിൽ മാത്രമേ പ്രസാദിക്കത്തുള്ളൂ. അത് തീർച്ചയായിട്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഭാഗമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവനും പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുമല്ലേ, അവർ പല രീതിയിലും ജീവിച്ച അനുഭവങ്ങളുണ്ട്. പക്ഷെ അവിടേക്ക് എന്ത് ചെയ്തു, ചില സാഹചര്യങ്ങളിൽ കർത്താവ് മൗനമായിട്ടിരുന്നിട്ടുണ്ട്. ആ മൗനമായി ഇരുന്ന സമയത്താണ് ഒരു 70 വർഷത്തെ ഒരു ക്യാപ്റ്റിവിറ്റി അല്ലേ, ഒരു എക്സൈൽ ലൈഫ് അവിടെ ജീവിതത്തിൽ വന്നത്. എങ്കിലും അവിടെ നിന്നൊക്കെ പുറത്തു കൊണ്ടുവന്നു അവർ ദൈവത്തെ സ്തുതിച്ചു. ആ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ആ സമയങ്ങളിൽ എഴുതിയൊരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. എങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഓർക്കുക, നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ, നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ എന്ത് ചെയ്യണം,
ശോധന ചെയ്യണം, നമ്മെ തന്നെ എന്ത് ചെയ്യണം, ഒന്ന് ചിന്തിപ്പിക്കണം. കാരണം നമ്മുടെ ആരാധനയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിലും മേഖലകളിലും എൻ്റെ കർത്താവ് എന്നോടൊപ്പം ഉണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം നാം നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കാരണം ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ മുഴുവനായിട്ട് പരിശോധിക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയും, എല്ലാ സ്ഥലങ്ങളിലും ആരാധനകൾ നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നുണ്ട്. ഡേ ബൈ ഡേ ടെക്നോളജി വളരുന്നത് പോലെ സഭകളും വളരുന്നുണ്ട്. പക്ഷേ ദൈവികമായിട്ടുള്ള ഒരു പ്രസാദം ആരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടെന്ന് സ്വയം ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കും കൂടെയാണ് വന്നിരിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം ദൈവജനമായ നാം ഓർക്കുക. കാരണം ഈ സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവ് അവൻ്റെ ജനത്തിന് മാത്രമേ പ്രസാദിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ വിശുദ്ധ പകൽ ഇതിനകത്തിരിക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനോ ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഭരമേൽപ്പിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, കർത്താവേ, ഇന്ന് ഈ പകൽ എൻ്റെ ജീവിതത്തിൽ പ്രസാദിക്കുവാൻ കഴിയുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുവാൻ കഴിയുന്ന, എൻ്റെ അകത്തളത്തിൽ വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇന്ന് പകൽ അത് എൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ചിന്തിപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവിക്കുവാൻ കഴിയണം. കാരണം അനുഭവത്തിലൂടെ സങ്കീർത്തനത്തിലാണ് അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. കാരണം എന്തെന്നറിയാമോ, ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കഷ്ടതകളോ മേച്ചിൽ പുറങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ട വിഷയങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, ഒറ്റപ്പെട്ട വിഷയങ്ങൾ വന്നിട്ടുണ്ട്, അടിമനുഖത്തിൻ്റെ ജീവിതങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെയും അവർ എന്ത് ചെയ്തു? വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായി എന്നാണ് സങ്കീർത്തനത്തിൽ വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പാടുവാൻ കഴിയുന്നത്, ഭക്തന്മാരുടെ സഭയിൽ സ്തുതിക്കുവാൻ കഴിയുന്നത്, ദൈവജനത്തിന് നൃത്തത്തോടും തപ്പിനോടും ഒക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നത്. കാരണം എന്തെന്നറിയാമോ, അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ പ്രസാദം എന്നുള്ളത് അതൊരു നിസ്സാരകാരമായിട്ടുള്ളതല്ല, അതൊരു നാച്ചുറൽ ആയിട്ടുള്ളതല്ല, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, നമുക്ക് പിടിച്ചടക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരു പ്രസൻസ് ആണ് അവരുടെ ലൈഫിൽ അവർ അനുഭവിക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതാണ് നമ്മുടെ ജീവിതത്തിനകത്തൊന്ന് ചിന്തിക്കേണ്ടത്. എൻ്റെ കർത്താവ് ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിൽ പ്രസാദിക്കുന്നുണ്ടോ? നമ്മുടെ ആരാധനയിൽ പ്രസാദിക്കുന്നുണ്ടോ? ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ഒരു വലിയൊരു സാന്നിധ്യം നമ്മുടെ മേൽ നൽകിയിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് സമർപ്പിച്ചിട്ട് ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, അങ്ങയുടെ ദൂതന്മാരുടെ സൈന്യത്തിനോട് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം എനിക്ക് ആരാധിക്കുവാൻ കഴിഞ്ഞത് ഏറ്റവും അനുഗ്രഹമെന്ന് പറയുവാൻ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ ഈ 149 സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യത്തെ പ്രമാണിച്ചുകൊണ്ട് ഞാൻ പറയാം, ആരാധനയിൽ ദൈവം പ്രസാദിക്കണം. പ്രൈസ് ലോർഡ്. നമ്മുടെ ആരാധനയിൽ, നമ്മുടെ വർഷിപ്പിൽ ദൈവം പ്രസാദിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ആരാധന ഏത് ആരാധനയായിരിക്കണം? ട്രൂ വർഷിപ്പ് ആയിരിക്കണം, അല്ലേ? സത്യസന്ധമായിട്ടുള്ളൊരു ആരാധനയായിരിക്കണം. സത്യസന്ധമായിട്ടുള്ളൊരു ആരാധനയിൽ ദൈവം പ്രസാദിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അതെത്ര പേർക്ക് വിശ്വാസമുണ്ട്? സത്യസന്ധമായിട്ടുള്ള ഒരു ട്രൂ വർഷിപ്പിൽ എൻ്റെ കർത്താവിന് നമ്മുടെ മേൽ പ്രസാദിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മളത് വിശ്വസിക്കുന്നുണ്ടല്ലേ? കർത്താവ് നമ്മുടെ മേൽ പ്രസാദിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള ആരാധനയിലാണ്. നമ്മുടെ ആരാധന എങ്ങനെയുള്ളതായിരിക്കണം? സത്യമായിട്ടുള്ള ഒരു ട്രൂ വർഷിപ്പായിരിക്കണം. പാപമില്ലാത്തതും, ജീവിതത്തിൻ്റെ അകത്തുള്ള കുറവുകളൊക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ മേൽ പ്രസാദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞത്, നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രമീകരണത്തോടുകൂടെ തന്നെ ആരാധിക്കണം. ആരാധിക്കാൻ എല്ലാവർക്കും കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ എല്ലാവർക്കും കഴിയും. പക്ഷേ ദൈവത്തിൻ്റെ പ്രസാദം അനുഭവിക്കുന്നത് വളരെ ചുരുക്കം പേർക്കാണ്. ബാക്കി എല്ലാവരുടെ ലൈഫിലൊരു ഡ്രൈനെസ് ആണ്, അല്ലേ? ദൈവികമായിട്ടുള്ളൊരു പ്രസാദം അല്ലെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ഒരു ഡ്രൈനെസ് ആയിട്ടിരിക്കും, ഉണങ്ങിയ അവസ്ഥയിലിരിക്കും. എഫീസ്യർക്ക് എഴുതിയ ലേഖനങ്ങളിലൊക്കെ അതുകൊണ്ടാണ് പൗലോസ് വ്യക്തമായി വിളിച്ചു പറയുന്നത്,
മരിച്ചിരിക്കാതെ എന്ത് ചെയ്യണം? ഉണരണം. ഏതാ? ആത്മീക മനുഷ്യനക്ക് ഉണരണം എന്നാണ് പൗലോസ് വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് പറയുന്നത്, ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഒരു പ്ലഷർ അനുഭവിക്കണമെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഉണങ്ങി അല്ലെങ്കിൽ ഉണങ്ങിയ അവസ്ഥയിലോ ഉറങ്ങിയ അവസ്ഥയിലോ ഇരിക്കുന്നെങ്കിൽ അതൊക്കെ ഒന്ന് ഷടകൊടഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായി തീരുന്നത്. ഇന്ന് പകൽക്കാലം ദൈവജനമേ ഓർക്കുക, എൻ്റെ കർത്താവ് ഏറെ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ആരാധനയിൽ അവൻ്റെ സാന്നിധ്യം ഇറക്കണമെന്നുള്ളത്, അവൻ്റെ ദൂതന്മാരെ ഇതിനകത്ത് വെളിപ്പെടുത്തണമുള്ളത്. എൻ്റെ കർത്താവ് ഏറെ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ നമ്മുടെ അകത്തളത്തിലുള്ള കുറവുകളോ ദൈവികമായിട്ട് അടുക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഏതെങ്കിലും അനിഷ്ടമായിട്ടുള്ള പ്രവൃത്തികളോ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ എൻ്റെ കർത്താവിന് അതിനകത്ത് പ്രവേശനമില്ല. ഇന്ന് പകൽക്കാലം ഓർക്കുക, എൻ്റെ കർത്താവ് അവൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. എങ്ങനെയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ മേൽ പ്രസാദിക്കുന്നത്? ഒന്ന്, പ്രിപ്പറേഷൻ ഇൻ അവർ വർഷിപ്പ്, അല്ലേ? ഒരുക്കത്തോടു കൂടെയുള്ള ആരാധനയിൽ നമ്മുടെ കർത്താവ് നമ്മുടെ മേൽ പ്രസാദിക്കും. എങ്ങനെയാണ് ഒരുക്കത്തോടു കൂടെയുള്ള ആരാധന? ആരാധന എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലൊക്കെ ആരാധനയ്ക്ക് എന്തുണ്ട്? ഏറ്റവും പ്രാധാന്യമുണ്ട്. പഴയ നിയമപ്രകാരം യാഗം എന്ന് നമ്മൾ പറയും, പുതിയ നിയമത്തിൽ അതിനെ ആരാധനയായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിലും ഈ 2 കാര്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മുടെ ജീവിതത്തിൽ എടുത്ത് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ആരാധന ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള ഒരു പ്രസാദവും നമുക്ക് എന്ത് ചെയ്യത്തില്ല, അനുഭവിപ്പാൻ കഴിയത്തില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായമൊക്കെ അങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, അല്ലേ? ബുദ്ധിയുള്ള ആരാധനയായ ദൈവസന്നിധിയിലൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ആരാധിക്കണം, നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം? അതിനായി ഒരുക്കണം. അതാണ് ഞാൻ 1-ാമത്തെ പോയിന്റ് വരുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രസാദിക്കണമെങ്കിൽ ഒന്ന്, പ്രിപ്പറേഷൻ ഇൻ അവർ വർഷിപ്പ്. നമ്മുടെ ആരാധനയിൽ ദൈവികമായിട്ടുള്ളൊരു ഒരുക്കം സംഭവിച്ചിരിക്കണം, അല്ലേ? ഒന്ന് ഓർക്കുക, ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആരാധിക്കുവാൻ വരുമ്പോൾ എത്ര പേരാണ് ഒരുക്കത്തോടുകൂടെ വന്നിരിക്കുന്നത്? ഒരു ഫിസിക്കലി ആയിട്ടുള്ള ഒരുക്കം മാത്രമല്ല, നമ്മുടെ ഈ അകത്തളത്തിലുള്ള മനുഷ്യർ എന്ത് ചെയ്യണം? ഇന്ന് ചിലതെനിക്ക് പ്രാപിക്കണം, ഇന്ന് ചിലതെനിക്ക് അനുഭവിക്കണം. ഐ വോണ്ട് ടു എക്സ്പീരിയൻസ് സംതിങ് ഫ്രം ഗാഡ്. എൻ്റെ കർത്താവിൽ നിന്ന് എനിക്ക് ചില അനുഭവങ്ങൾ എനിക്കിന്ന് കാണണം, പ്രാപിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന ജീവിതത്തിനകത്തുണ്ടായിരിക്കണം. അവിടെയാണ് ഒരു ഒരുക്കം സംഭവിക്കുന്നത്. പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഒരുക്കം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കേട്ടോ. പഴയ കാലഘട്ടങ്ങൾ എൻ്റെ ചെറുപ്രായങ്ങളിലൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ പഴയ കാലഘട്ടം, അതായത് എൻ്റെ കുഞ്ഞു പ്രായഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്, ആരാധനയ്ക്കുള്ള ഒരുക്കം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പണ്ടൊക്കെ 10 മണി ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണിക്ക് വന്ന് ദൈവസഭയിലിരുന്ന് മുട്ടുമേലൊക്കെ ഇരുന്ന് ഒരു ഒരുക്കം, അവർ പ്രാർത്ഥിച്ച് ഒരുങ്ങും അവിടെ. എന്നാൽ ഇന്നൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? 10 മണി എന്നുള്ളത് 10:30-യും 11 മണിക്കും അല്ലേ അവരുടേതായിട്ടുള്ള സമയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൗകര്യപ്രകാരം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കർത്താവിനെ ആരാധിക്കുന്നത്. അങ്ങനെയുള്ള ആരാധനയിൽ കർത്താവിനെ പ്രസാദിക്കുവാൻ കഴിയുമോ? നമ്മുടെ ചിന്തയാണ്, അങ്ങനെയുള്ള ആരാധനയിൽ കർത്താവിന് പ്രസാദിക്കുവാൻ കഴിയുമോ? ഒരുക്കമില്ലാത്ത ആരാധന കർത്താവ് ഏറെ വെറുക്കുന്നൊരു ആരാധനയാണ്. കാരണം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴും ഒരുക്കത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരിക്കണം. ഏത് പ്രാർത്ഥന മുമ്പിലുണ്ടെങ്കിലും, ഏത് ആരാധന മുമ്പിലുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴും ഒരു ഒരുക്കം. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാനല്ല നമ്മൾ ആരാധിക്കുന്നത്, മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒന്ന് കാണിച്ചേക്കാം, എൻ്റെ തല ഒന്ന് ഞാൻ കാണിച്ചേക്കാം എന്നുള്ള ചിന്തയോടെ അല്ല നമ്മൾ ആരാധിക്കേണ്ടത്. ആ ആരാധന കർത്താവിന് ഏറെ വെറുപ്പാണ്. മറിച്ച് ഇന്നെനിക്ക് ആരാധിക്കണം. അവിടെ ആരുണ്ട് എന്നുള്ളതല്ല വിഷയം, അവിടെ ആരാ വരുന്നേ എന്നുള്ളതല്ല വിഷയം. എനിക്കെൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തണോ, എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ദൈവിക സ്നേഹവും ദൈവിക ബന്ധമോ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ എനിക്കൊന്ന് വിളിച്ച് പറയണോ. ഇന്ന് പകൽ ഞാൻ ആരാധിക്കുമ്പോൾ, ഇന്ന് പകൽ ഈ വിശുദ്ധ ദിവസം ഈ സഭയിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പ് വരുത്തുക, ഈ ആരാധന വെറുതെയുള്ള ആരാധനയല്ല, ഇത് പേരിന് വേണ്ടി നടക്കുന്ന ആരാധനയല്ല. ഇന്ന് ചുരുക്കം പേരായിരിക്കുന്ന നാം ഇതിനകത്തിരുന്നു കൊണ്ട് എൻ്റെ കർത്താവിനെ ആരാധിക്കുമ്പോൾ, എൻ്റെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇന്നൊരു പുതിയ അനുഭവം എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ തമ്പുരാൻ തരുമെന്ന് ഇതിനകത്ത് നാം വിശ്വസിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറയുന്നത്, ഒന്ന്, നിങ്ങൾ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ ആരാധിക്കുവാൻ വരുമ്പോൾ എന്ത് ചെയ്യണം? വിശ്വാസത്തോടു കൂടെ വരണം, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്, വിശ്വാസത്തോടു കൂടെ. എന്താണ് വിശ്വസിക്കേണ്ടത്? ഞാൻ പോകുന്നിടത്ത് ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം.
അല്ലേ? അങ്ങനെയല്ലേ പറയുന്നേ? ഇവിടെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ഇന്ന് ഈ പകൽ ഇതിനകത്ത്, ഈ ഒരു കുഞ്ഞു ഹാളിനകത്ത് നാം ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പുവരുത്തണം. ഇതിനകത്ത് ദൈവിക സാന്നിധ്യം നിറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാരുടെ സൈന്യം ഇതിനകത്ത് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് കാൽ വെക്കുമ്പോൾ, ഞാൻ ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ മേൽ വെളിപ്പെടുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽ ഞാൻ അനുഭവിക്കുമെന്ന് നാം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതാ പറയുന്നത്, ഇതിനകത്ത് ആരുണ്ടെന്ന് വിശ്വസിക്കണം? ദൈവമുണ്ടെന്നാണ് വിശ്വസിക്കേണ്ടത്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെന്നല്ല, വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ടെന്നല്ല, പാസ്റ്റേഴ്സ് ഉണ്ടെന്നല്ല, നല്ല കീബോർഡിസ്റ്റ് ഉണ്ടെന്നല്ല, മറിച്ച് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഞാൻ ഇതിനകത്ത് വരുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ആരാധിക്കുമ്പോൾ എൻ്റെ മേൽ വെളിപ്പെടുന്ന, എൻ്റെ മേൽ പ്രകാശിക്കുന്ന ഒരു ദൈവശക്തി, ഒരു ദൈവ സാന്നിധ്യമുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം നാം വിശ്വസിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതിൻ്റെ മൂന്നാമത്തെ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവമുണ്ട് എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഞാൻ വരുമ്പോൾ എനിക്ക് പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കണം. I will get the reward from above. ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് ചില പ്രതിഫലങ്ങളെ പ്രാപിക്കുമെന്ന് വിശ്വസിക്കണം. കാരണം എന്നറിയാമോ? കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവൻ അവൻ പ്രതിഫലം കൊടുക്കാതെ വിടത്തില്ല. ഇന്ന് പകൽ ഇതിനകത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴോ, ഞങ്ങളുടെ ശരീരങ്ങളെയൊക്കെ കർത്താവിന് മുമ്പിലേക്ക് ഏൽപ്പിക്കുമ്പോഴോ കർത്താവ് റിവാർഡ് തരാതെ വിടത്തില്ല. ഭാരത്തോടെ ആയിരിക്കാം ഇരിക്കുന്നത്, വേദനയോടെ ആയിരിക്കാം ഇരിക്കുന്നത്, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലായിരിക്കാം ഇരിക്കുന്നത്, സങ്കടങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞായിരിക്കാം ഇരിക്കുന്നത്, ഹൃദയങ്ങൾ ഒരുപക്ഷെ പൊട്ടിയൊരു അനുഭവത്തിലായിരിക്കാം ഇരിക്കുന്നത്, ചിലപ്പോൾ നിറഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊക്കെ വല്ലാണ്ട് വറ്റിയൊരവസ്ഥയിലായിരിക്കാം ഇതിനകത്തിരിക്കുന്നത്. പക്ഷെ ഓർക്കുക, എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ മേൽ അതിനുള്ളൊരു പ്രതിഫലം എൻ്റെ കർത്താവ് തരോ, അത് നിശ്ചയം, അതിന് മാറ്റമില്ല. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണെന്ന് ദൈവസഭയെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കാരണം കഷ്ടത അനുഭവിച്ചവരാണ് ഇസ്രായേൽ ജനം, നന്മ അനുഭവിച്ചവരാണ് ഇസ്രായേൽ ജനം, അടിമ എന്തെന്ന് അനുഭവിച്ചവരാണ് ഇസ്രായേൽ ജനം, സകല നിന്ദകളും അനുഭവിച്ചവരാണ് ഇസ്രായേൽ ജനം. പക്ഷേ അവിടെയൊക്കെ അതെല്ലാം അനുഭവിച്ചുവെങ്കിലോ അതിൽ നിന്നൊക്കെ പുറത്തു വന്നപ്പോഴും അവർ പറയുകയാണ്, എനിക്ക് എൻ്റെ കർത്താവല്ലാതെ മറ്റാരുമില്ല. അവർ എന്ത് ചെയ്തു? ഇസ്രായേൽ ജനം കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. അതേ ജനമാണ് പറയുന്നത്, നാമും നമ്മുടെ അവസ്ഥയിൽ ഓർക്കുക, നമ്മുടെ കർത്താവ് മാത്രമേ കൂടെ നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. കുറവുകളൊക്കെ സംഭവിക്കും, പാപങ്ങളൊക്കെ വരും, മ്ലേച്ഛതകളൊക്കെ ജീവിതത്തിൽ വരും, അകൃത്യങ്ങൾ അതിക്രമങ്ങളൊക്കെ ജീവിതത്തിൽ വരും. പക്ഷേ ഇവിടെ ഒന്നും കൈവിടാതെ കൂടെ പിടിക്കുന്ന ഒരൊറ്റ കരമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മാത്രമാണ്. ആ കർത്താവ് നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ അടുത്ത് വരുമ്പോൾ കൂടെ പിടിക്കുന്ന ഒരു കരമുണ്ട്. ആ കരം നമ്മെ പിടിച്ചിട്ടുണ്ട്. നിന്നെ വഴിയിലേക്ക് ഇട്ടേച്ച് പോകുന്ന ഒരു കർത്താവല്ല കേട്ടോ. കൂട്ടുകാരൊക്കെ ഇട്ടേച്ച് പോകും, കുടുംബക്കാരൊക്കെ ഇട്ടേച്ച് പോകും, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരൊക്കെ ഇട്ടേച്ചൊക്കെ പോകും. പക്ഷേ എൻ്റെ കർത്താവ് കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ കുറവുകൾ വന്നാലോ തെറ്റുകൾ സംഭവിച്ചാലോ അവൻ ഇട്ടേച്ച് പോകത്തില്ല. അവിടെയും നമ്മളൊന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ, ഒരുക്കം പ്രാപിച്ചു കഴിഞ്ഞാൽ കൂടെ പിടിച്ചുകൊണ്ട് നമ്മെ ഇരുത്തേണ്ടടുത്ത് അവൻ ഇരുത്തുവാൻ വിശ്വസ്തനെന്ന് ഇന്ന് പകൽക്കാലം ദൈവസഭയെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ജീവിതത്തെ ഓർക്കുക, ദൈവം വിട്ടുള്ളൊരു ജീവിതം നമുക്ക് വേണ്ട, അവൻ്റെ സാന്നിധ്യം വിട്ടുള്ളൊരു ജീവിതം വേണ്ട. കർത്താവിൻ്റെ പ്ലഷർ നമ്മുടെ മേൽ അനുഭവിക്കണമെന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പ്ലഷർ അവൻ്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അവൻ്റെ മക്കൾ എന്നുള്ളൊരു അവകാശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നഷ്ടമാക്കാതെ ജീവിതത്തിനകത്ത് കുറവുകൾ സംഭവിക്കുമ്പോഴും, നഷ്ടങ്ങൾ വന്നാലും, കഷ്ടതയിലൂടെ കടന്നുപോയാലോ, സന്തോഷിക്കേണ്ടതും ആനന്ദിക്കേണ്ടതായിട്ടുള്ള അനുഭവങ്ങളിലോ എനിക്ക് എൻ്റെ കർത്താവ് മാത്രം മതി എന്നുള്ളൊരു വിശ്വസ്തത ജീവിതത്തിനകത്ത് പുലർത്തുമെങ്കിൽ നാൾ തോറും നമ്മെ നടത്തുവാൻ, സമൃദ്ധിയിൽ നടത്തുവാൻ ആ നല്ല കർത്താവ് നമ്മോട് കൂടെയുണ്ടെന്ന് ദൈവസഭയെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ നല്ല സങ്കീർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് ജീവിതത്തെ ഒരുക്കേണ്ടടുത്ത് ഒരുക്കുക. സർവശക്തനായ ദൈവം അവൻ തരുവാനുള്ള സകല റിവാർഡുകൾ നമ്മുടെ മേൽ അവൻ തരുവാനിടയായി തീരും. കഷ്ടത അനുഭവിക്കുന്നുണ്ടോ? ഭയപ്പെടണ്ട. വേദന അനുഭവിക്കുന്നുണ്ടോ? മാറി നിൽക്കണ്ട. വരിക, കർത്താവിൻ്റെ മുമ്പിൽ
മുഴങ്കാൽ മടക്കുക. അവന്റെ പ്രതിഫലം ഏറെ വിലയുള്ളതാണ്. അതിനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ആ പ്രതിഫലം പ്രാപിക്കുവാൻ നിശ്ചയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് താണിരിക്കാം. അവന്റെ പ്രസാദം ജീവിതാന്ത്യം വരെ നമ്മുടെ ജീവിതത്തിന്റെ മേൽ നിലനിൽക്കട്ടെ എന്നുള്ള ആഹ്വാനത്തോടെ പ്രാർത്ഥനയോടെ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന കർത്താവ് നാം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നല്ല സമയം അനുവദിച്ചു തന്ന ദൈവദാസനാണ്, പ്രത്യേകിച്ച് ഈ സഭയിലുള്ള ദൈവമക്കൾക്കോടുള്ള നന്ദിയെ ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.